പോത്തുകൾക്ക് കേരളത്തിലെ ഏറ്റവും കുറഞ്ഞ വില വെറും 155 പോത്തൂട്ടികളെ കൊടുക്കുന്ന സ്ഥലത്താണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. നമ്മുടെ പാലക്കാട് ജില്ല അല്ലേ ബ്രോ? അതെ, പാലക്കാട് ജില്ലയിലെ മലമ്പുഴ. കറക്റ്റ് സ്ഥലം ഇത് എവിടെ? മലമ്പുഴ കവയ്ക്കടുത്താണ് ഈ ഒരു ഫാം വരുന്നത്. ഫാമിന്റെ പേര് പാലക്കാട് പോത്ത് ഫാം അല്ലേ? പുതിയൊരു ഫാമാ. മഹേഷ് ബ്രോയും സുഹൃത്തുക്കളും ചേർന്ന ഒരു സംരംഭമാണ്. നിലവിൽ നമുക്കൊരു 100-100ഓളം പോത്തോടിൽ ഇപ്പോൾ ഉണ്ടല്ലേ? ഓക്കെ, ശരി. നമ്മൾ ആദ്യത്തെ ലോഡ് നമ്മൾ ഹരിയാന ലോഡ് കൊണ്ടുവരാനുള്ള പ്ലാനിലായിരുന്നു. പക്ഷേ നടന്നില്ല. അറിയാലോ, റൂട്ടിൽ ഇപ്പം പ്രശ്നവും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു 10 ദിവസം കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ ലോഡ് വരുമായിരിക്കും അല്ലേ? 10 ദിവസം കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ ഹരിയാന ലോഡ് എത്തും. ഇപ്പൊ നമുക്ക് സാധാരണ പോത്തുകൂട്ടികൾ അല്ലേ? സാധാരണ പോത്തുകൂട്ടിൽ എന്ന് പറഞ്ഞാൽ ക്രോസ് ബ്രീഡ് പോത്തുകൂട്ടികൾ, നാടൻ പോത്തുകൂട്ടികൾ, അതുപോലെ തന്നെ മുറയുടെ ക്രോസ് ബ്രീഡുകൾ. പ്യുവർ മുറ എന്ന് നമ്മൾ പറയുന്നില്ല ഇതിനകത്ത്, കാരണം മുറ ക്രോസും നാടനും ഒക്കെ ഉണ്ട്. ആ പോത്തുകൂട്ടികൾ കണ്ടോ, ഈ കുട്ടികളൊക്കെ കണ്ടോ, അത് അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള പോത്താണ്. ഇതൊക്കെ നമ്മൾ വെറും 155 കൊടുക്കുന്നത്. അപ്പോൾ ഇത് ഏകദേശം ഒരു 150 കിലോ മുകളുള്ളൊരു പോത്താണ്. ഈ സൈഡിലെല്ലാം തന്നെ നിൽക്കുന്നത്. ഇങ്ങോട്ട് ചെറിയ പോത്തുകൂട്ടിൽ കാണിച്ചു തരാം. ഇവിടെ എല്ലാം നമുക്കൊരു 100 കിലോ അതിന്റെ താഴെയുള്ള പോത്തുകൂട്ടിലെല്ലാം തന്നെ ഈ ഒരു സൈഡിനകത്തുണ്ട്. അപ്പൊ ഇത്രയും ഇത് നേരത്തെ പറയാം ഒരു സുഹൃത്തിന്റെ തന്നെ ഡയറി ഫാം ആയിരുന്നു. അതാണ് നമ്മളിപ്പോ ഒരു പോത്തു ഫാം ആയിട്ട് മാറ്റിയത് അല്ലേ ബ്രോ? അതെ, പശു ഫാം ആയിരുന്നു. അപ്പൊ നമ്മളിപ്പോ ഇതൊരു പോത്തു ഫാം ആയിട്ട് മാറ്റിയിട്ടുണ്ട്. നമുക്ക് നിലവിൽ ഒരു 100ഓളം പോത്തുകൂട്ടിൽ ഒരു 80 കിലോ മുതൽ 250 കിലോ വരെയുള്ള പോത്താണ് നിലവിൽ നമ്മുടെ ഫാമിനകത്തുള്ളത്. അപ്പോൾ നമുക്ക് ഇതിനകത്തെ ഒരു ഹൈലൈറ്റ് എന്ന് പറയുമ്പോൾ ഇവിടുത്തെ ഒരു വില തന്നെയാണ് കേട്ടോ. 155. അതായത് കേരളത്തിൽ ഇന്നുള്ളതിൽ ഏറ്റവും കുറഞ്ഞ വില 155. അത് നമ്മുടെ ഈ ഒരു പാലക്കാടൻ പോത്ത് ഫാമിലാണ്. പുതിയൊരു ഫാം ആയതുകൊണ്ടാണ് നമ്മൾ ഇത്രയും വില കുറച്ച് നമ്മൾ കൊടുത്തേക്കുന്നത് അല്ലേ? ഇവർക്ക് കിട്ടുന്ന ഒരു എടുത്തുകൊണ്ട് വരുന്ന സ്ഥലത്തു നിന്ന് ഇവരുടെ വണ്ടിക്കൂലി, ഇവരുടെ പണിക്കാരുടെ ചെലവും പിന്നെ എല്ലാം കഴിഞ്ഞിട്ട് ഒരു 10 രൂപ കിട്ടുവാണെന്നുണ്ടെങ്കിൽ 10 രൂപ കിലോയ്ക്ക് 10 രൂപ കിട്ടുവാണെന്നുണ്ടെങ്കിൽ ആ രീതിയിലാണ് ഇവർ സെറ്റ് ചെയ്തേക്കുന്നത്. അപ്പം മുറ വരുമ്പോൾ ഹരിയാന മുറ വരുമ്പോൾ ഇതിന് കൊടുക്കാൻ പറ്റത്തില്ല, നമ്മളത് വെയിറ്റ് അനുസരിച്ച് കൊടുക്കുന്നില്ല. അപ്പോൾ അത് നാട്ടിലുള്ള എല്ലാ ഫാമിലും എന്താണോ ആ ഒരു വിലയിൽ തന്നെ ആയിരിക്കും അത് കൊടുക്കുന്നത്. അപ്പോൾ ഇതിപ്പോൾ നാടൻ പോത്ത് അല്ലെന്നുണ്ടെങ്കിൽ ക്രോസ് ബ്രീഡ് ആയതുകൊണ്ടാണ് ഈ ഇതിൽ കൊടുക്കുന്നത്. അപ്പോൾ നോക്കി, അങ്ങേ അറ്റം മുതൽ ഇവിടെ ആ ഷെഡിൽ എല്ലാം തന്നെ ഉണ്ട്. ആ സൈഡിലൂടെ ബ്രോ കാണിക്കുക. നമുക്ക് ഈ സൈഡിലെല്ലാം തന്നെ വലിയ പോത്തുകൾ കേട്ടോ. ഇതെല്ലാം തന്നെ ഒരു 150 താഴെയുള്ള പോത്തുകളാണ് ഈ ഒരു ഷെഡിനകത്തെല്ലാം തന്നെ നിൽക്കുന്നത്. ഇവിടെ ഉണ്ട്, അവിടെ ഉണ്ട്, ഇത്രയും ഇടത്തുണ്ട്. പിന്നെ ഇങ്ങോട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 150 കിലോയ്ക്ക് മുകളിലോട്ടുള്ള പോത്തുകളാണ് ഈ കാണുന്നതെല്ലാം തന്നെ. നമുക്ക് 150-ന് മുകളിലോട്ടുള്ള നമുക്കൊരു 10-50ഓളം പോത്തുകൂട്ടിലുണ്ട് കേട്ടോ. ഇതെല്ലാം തന്നെ 160, 170. ഇതാണ്ട് ഈ കാണുന്നതെല്ലാം തന്നെ 200 കിലോയ്ക്ക് മുകളിലാണ് ഈ കാണുന്നതെല്ലാം തന്നെ. അപ്പം ലോഡ് ഇന്നലെ പോയിട്ട് എപ്പോഴെത്തി? ഇന്നലെ വൈകുന്നേരമാണ് ലോഡ് എത്തിയത്. അറിയാലോ, അതിൻ്റെ യാത്രയുടെ ക്ഷീണവും കാര്യങ്ങളും എല്ലാം കൊണ്ടാണ് ഈ പോത്തൂട്ടിലെല്ലാം തന്നെ കിടക്കുന്നത്. നോക്കി, ഇതെല്ലാം തന്നെ 200+ ഉള്ള പോത്തൂട്ടിലാണ് ഈ കാണുന്നതെല്ലാം തന്നെ. പിന്നെ ക്വാളിറ്റി ഒന്നുകൂടെ പറയാം. നിങ്ങൾ സാധാരണ ക്രോസ് ബ്രീഡ് ആയാലും ക്രോസ് ബ്രീഡ് എന്ന് വിചാരിച്ചാൽ അതിൻ്റെ ക്വാളിറ്റിക്ക് ഒരു കുറവില്ല. കണ്ടോ, ഈ കുട്ടിയെ കണ്ടോ, നല്ല ക്വാളിറ്റിയുള്ളൊരു പോത്തൂട്ടി ഈ കാണുന്നതല്ല തന്നെ 200-ന് മുകളിലുള്ള. അത് നമുക്ക് പെരുന്നാളിലൊക്കെ പറ്റിയ പോത്തൂട്ടിലാണ്. അതുകൊണ്ട് ഇത് കാണുന്നത് ഇത് ക്രോസ്, ഒരു ആന്ധ്രാ ക്രോസ് എന്നൊക്കെ പറയുന്നത്. കാരണം കൊമ്പ് ചാടിയതാണ് ഇതിൻ്റെ. അപ്പം അത് ഇവര് ഉള്ളത് എന്താണോ അതുപോലെ നമ്മൾ പറഞ്ഞു കൊടുക്കുക, അത്രേ ഉള്ളൂ. മുറയാണെങ്കിൽ മുറ എന്ന് പറയും, നാടാണെങ്കിൽ നാടെന്ന് പറയും, അത്രേ ഉള്ളൂ. ക്രോസ് ആന്ധ്രയാണെങ്കിൽ ആന്ധ്ര എന്നും പറയും. ആ രീതിയിൽ പറഞ്ഞിട്ടാണ് കൊടുക്കുന്നത്. നിങ്ങൾ നേരിട്ട് വരിക. നമ്മുടെ ലൊക്കേഷൻ നമ്മുടെ പാലക്കാട് ജില്ല മലമ്പുഴയ്ക്കടുത്ത് കവ പാലക്കാട് പോത്ത് ഫാം ആണ്. അപ്പോൾ വീഡിയോക്ക് അത് നമ്മുടെ മഹേഷ് ബ്രോയുടെയും കൂട്ടുകാരുടെ നമ്പറുണ്ട്, ഒന്ന് കോൺടാക്ട് ചെയ്തോളൂ. പിന്നെ വണ്ടി സൗകര്യങ്ങൾ നമുക്ക് അറേഞ്ച് ചെയ്ത് കൊടുക്കാം അല്ലേ? വണ്ടി സൗകര്യങ്ങളും കാര്യങ്ങളും അറേഞ്ച് ചെയ്ത് കൊടുക്കാം. വരിക. നമ്മുടെ വെയിങ് മെഷീൻ നാട്ടിൽ കാണുന്നുണ്ട്. ഇതാണ് നമ്മുടെ വെയിങ് മെഷീൻ വരുന്നത് കേട്ടോ. സെറ്റ് ഒന്നും ചെയ്തിട്ടില്ല, കൊണ്ട് ഇറക്കിയിട്ടേ ഉള്ളൂ. ആദ്യത്തെ ലോഡാന്ന് പറഞ്ഞില്ലേ. അപ്പോൾ അടുത്ത ആഴ്ച നമ്മുടെ ഹരിയാന കുട്ടികൾ എത്തുന്നുണ്ട്. ഇതെല്ലാം തന്നെ 250 ആ റേഞ്ചിലുള്ള പോത്തുകൾ ഈ കാണുന്നതെല്ലാം തന്നെ. അപ്പോൾ നമുക്ക് നിങ്ങൾ പാലക്കാട് ജില്ലയിലുള്ളതാണെങ്കിലോ അല്ലെന്നുണ്ടെങ്കിൽ മലപ്പുറം ജില്ലയാണല്ലോ അല്ലെങ്കിൽ തൃശ്ശൂരൊക്കെ ഇതിൻ്റെ പരിസര പ്രദേശങ്ങളുള്ളതാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ നല്ല ക്വാളിറ്റിയുള്ള പോത്തുകൂട്ടിലെ ഏറ്റവും വിലക്കുറവിൽ നോക്കുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമ്മുടെ ഫാമിലുമായിട്ട് കോൺടാക്ട് ചെയ്യുക. പിന്നെ ഒരു കാര്യം ഇവിടെ, നിങ്ങൾക്ക് തൂക്കി വേണേൽ തൂക്കി, അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തൂക്കി വേണ്ട, നിങ്ങൾക്ക് ഒരു മേനി പറഞ്ഞ് മതിപ്പ് വില വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെയല്ല നമുക്ക് എടുക്കാം അല്ലേ? അപ്പോൾ ആ രീതിയിലൊക്കെ പാലക്കാട് അറിയാലോ, ഒത്തിരി ചന്തയുള്ള സ്ഥലമാണ്. അപ്പോൾ ഒത്തിരി ആൾക്കാർ തൂക്കാതെ നമുക്ക് വില പേശി എടുക്കാമെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയാണെന്ന് നിങ്ങൾക്ക് വില പേശി വേണമെങ്കിൽ ഇവിടെ വന്നിട്ട് ഇഷ്ടമുള്ള പോത്തുകൂട്ടിൽ ഇവരോട് ചോദിച്ചിട്ട് നിങ്ങൾക്ക് അത് അഡ്ജസ്റ്റ് ചെയ്ത് നിങ്ങൾക്ക് എന്താണോ തോന്നുന്നത് ആ രീതിയിൽ വില പേശി എടുത്തുകൊണ്ട് പോകുന്നതാണ്. അപ്പോൾ നമുക്ക് കൂടുതൽ വിവരങ്ങൾക്ക് നമ്മുടെ വീഡിയോയിൽ നമ്പറുണ്ട്, ഒന്ന് കോൺടാക്ട് ചെയ്തോളൂ.